സോ ഇതൊരു കുറ്റം പറച്ചിൽ സീരീസാണ്. അപ്പോൾ കുറ്റം പറച്ചിൽ സീരീസിൽ ആദ്യത്തെ കുറ്റം ഞാൻ പറയാൻ പോകുന്നത് എബൌട്ട് സർവമായ. കുറ്റമാണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമില്ലാത്തൊരു 3-4 കാര്യങ്ങൾ പറയാൻ പറ്റുകയാണ്. 3-5 ഉണ്ടാവില്ലെങ്കിലും ഏതാണ്ട് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റാണ് ഞാൻ വന്നത്. സിനിമ ഇസ് ഗുഡ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് നല്ലത് പറയാം, മോശം പറയാം. ബിക്കോസ് നല്ലത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയ മോശങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ സർവമായ കണ്ടു. ലൈക്ക് ഇപ്പം നമ്മൾ എന്താ ഇപ്പം എന്താ പറയുക, ബിക്കോസ് സിനിമ തിയേറ്ററിൽ നിന്ന് OTT എത്തി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ആർക്കും വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഒരു ലൈറ്റ് മൂവിയാന്ന് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ നിവിനെ കാണാം. ഫൈനലി നിവിൻ ബാക്ക് ടു ഹിറ്റ് സക്സസ് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഫൈൻ, അതൊക്കെ നല്ല കാര്യമാണ്. ആൻഡ് നിവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരു കാലം. അപ്പോൾ അതൊന്നും അല്ല പറയുന്നത് ഞാൻ. ലൈക്ക് ഐ എം നോട്ട് എ നിവിൻ ഹേറ്റർ ഓർ സംതിങ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ നിവിൻ്റെ സക്സസ്സിൽ ഞാനും സന്തോഷിക്കുന്നു. ആൻഡ് ഡെലുലു ഈസ് ആൾസോ ഗുഡ്. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായികയല്ല, സെക്കൻഡ് ഹീറോയിൻ എവിടുന്ന് വന്നു എന്ന് ചോദിക്കൂലേ. സെക്കൻഡ് ഹീറോയിൻ എവിടുന്ന് വന്നു എന്നുള്ളതാണ് ഭയങ്കര ക്രിഞ്ചായിരുന്നു. ഒരാവശ്യമില്ലാത്ത കുറേ ക്രിഞ്ച് സീനാണ് നായികനെ കൊണ്ടുണ്ടാക്കിയത്. സെക്കൻഡ് ഹീറോയിനെ കൊണ്ടുണ്ടാക്കിയത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഈ കാണിച്ച രീതി ആൻഡ് ഓൾ ഭയങ്കര ക്രിഞ്ചായിരുന്നു. ക്രിഞ്ച് മാത്രമല്ല ഒരുമാതിരി ഇല്ലോജിക്കലായി തോന്നി. ബിക്കോസ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് അപ്പോൾ കാണുന്ന ഒരാളോട് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം. എന്താ പറയുക, ബ്ലോക്ക് ചെയ്യൂല, ഇതൊന്നും ചെയ്യാതെ ഞാൻ സ്വന്തമായിട്ടത് പെയിൻഫുള്ളായ ജേണി പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് ഈ എക്സിന് ഇതൊക്കെ കൊടുത്ത് ബ്രേക്കപ്പും ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇവനോട് കഥയും പറഞ്ഞിട്ട് ഇവനോട് ക്രഷ് എന്നല്ല, ഇവൻ്റെ അടുത്ത് ഒരു എന്താ പറയുക, സെക്കൻഡ് റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന പോലത്തെ രീതിയിലോട്ട് പെണ്ണ് അപ്പം തന്നെ റൂട്ട് തിരിക്കുക. അതിനുശേഷം പാട്ട്, റൊമാൻസ് ആൻഡ് ഓൾ. അതൊരുമാതിരി സ്ട്രോങ് കാണിക്കുകയും ചെയ്തിട്ട് പെണ്ണിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് കാണിക്കുന്ന പോലത്തെ ഊള പരിപാടിയായിപ്പോയി. ഇഫ് യു നോ വാട്ട് ഐ മീൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, അല്ലാതെ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം വൃത്തിക്ക് നിനക്കറിയില്ല. അങ്ങനത്തെ ഒരു കാര്യം, അത് ഭയങ്കര ക്രിഞ്ചായിരുന്നു. പിന്നെ പാട്ട് മറ്റേ ആസക്കൂട, പേസക്കൂട, മോർണി, മറ്റേ എന്തൊക്കെയുണ്ടല്ലോ 3-4 പാട്ടില്ലേ, ആ പാട്ടിലെയൊക്കെ സ്റ്റെപ്പ് പോലെ തോന്നി. വളരെ ലൈറ്റ് പാട്ടായിരുന്നു. ലൈറ്റ് പാട്ടിന് ലൈറ്റ് സ്റ്റെപ്പ് മതി. ഇറ്റ് വാസ് ടു പവർഫുൾ. അത്ര പവർഫുള്ളായ പാട്ട്, ഡാൻസ് എന്തോ അതിന് മാച്ചായി തോന്നില്ല. ഷീ സോ പ്രെട്ടി, അത് വേറെ കാര്യം. പക്ഷേ ആ ക്യാരക്ടറിനെ കാണിച്ചത് ഒരുമാതിരി ക്യാരക്ടർലെസ് ആയിട്ടാണ് കാണിച്ചത്. അത് ഭയങ്കര മോശമായിപ്പോയി. ആക്ച്വലി ആ ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹീറോയിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ പൊസിഷനിങ്ങും ഇല്ല, ആവശ്യമില്ല. അങ്ങനെ ക്യാരക്ടറേ ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ അതിലത്തെ പ്രശ്നം. പിന്നെ അതിൽ ഹീറോയിൻ അതിൽ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമുക്കിതിൽ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി. അതിൽ ആ നരുന്ന് പോലത്തെ പിള്ളേരെ ഇതിനൊരു കൈകൊണ്ട് എന്താ പറയുക, ഒരു കരണക്കുറ്റിക്ക് കൊടുത്ത് നിർത്താവുന്ന അടി. ആ അടി അല്ലാണ്ട് ഒരുമാതിരി നമ്മൾ പ്രേമത്തിലൊക്കെ വലിയ അടി കാണിക്കുന്ന പോലത്തെ അടി കാണിക്കാൻ വേണ്ടിയിട്ടില്ല. പവർഫുള്ളായിട്ട് അടി, അത്രയൊന്നും പവർ അതിന് കാണിക്കേണ്ട എന്ന് ഫീൽ ചെയ്തു. ബിക്കോസ് ഒരടിയിൽ അവർ വീഴണം. ആ അടിയെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നിവിന്. സോ ആ അടി ആവശ്യമില്ല. ഓക്കെ, പുള്ളി പേടി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറയാം. പക്ഷെ ആ പുള്ളി പേടി മാറ്റാൻ വേണ്ടിയിട്ട് 2 അടി എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കരണക്കുറ്റിക്കിനെ കൊടുത്തതിന് തീരാവുന്ന വിഷയം ഉണ്ടായിട്ടുള്ളൂ. അതാണ് അടുത്ത കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, അഖിൽ സത്യൻ്റെ എനിക്ക് തോന്നുന്നു പടവും വാസ് ഗുഡ്. ഇൻ എ വേ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഫീൽ ഗുഡൊക്കെ തന്നെയാണ്. പക്ഷേ സത്യനന്ദക്കാടിൻ്റെ മൂവിയിൽ കാണുന്നൊരു സാധനമുണ്ട്, ഈ ഒരു എന്തായാലും പറയുക, സെക്കൻഡ് ഹാഫൊക്കെ എത്തുമ്പോൾ നന്മ കൊണ്ട് പൊതിയുന്ന സാധനം. അത് ബേസിക്കലി അഖിൽ സത്യൻ്റെ പടങ്ങളിലും ആ സാധനം ഇങ്ങനെ വരുന്നുണ്ട്. അതായത് അത്ര ഇൻറ്റൻസിറ്റിയില്ലെങ്കിൽ ഇങ്ങനെ നന്മ കൊണ്ട് പൊതിയുക, ആൾക്കാരെ ഭയങ്കരമായിട്ട് നന്മീകരിക്കുക, ഇവരിതൊക്കെ ചെയ്തത് ലൈക്ക് അതൊക്കെ കവറപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം. അതായത് ഈ പുള്ളിയുടെ അച്ഛൻ അമ്മ മരിച്ച സമയത്ത് ആ നായിനെയും പിന്നെ നായിനെ പെറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ട് ആ നായിനെയും ഈ മോനെയും അപ്പം തന്നെ അമ്മയുടെ ഫുൾ കർമ്മങ്ങളൊന്നും കാണിക്കാൻ വരെ വിടാണ്ട് പുറത്താക്കിയ മനുഷ്യൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇയാൾക്ക്
പിന്നെ അവസാനം മോൻ പൂണൂലൊക്കെ പറഞ്ഞ് മോൻ വിശ്വാസം കളഞ്ഞപ്പോൾ മോനെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടേ. ഒരു മനുഷ്യന് അവസാനം സുഖമില്ലാണ്ടാവുമ്പോൾ ഈ പഴയ നായിനെയും ഭയങ്കര സ്നേഹിക്കാൻ തുടങ്ങുക. പിന്നെ ഈ ഭാര്യയുടെ സാധനങ്ങളൊക്കെ ഷെൽഫിൽ അതുപോലെ വെച്ചതുകൊണ്ട് അയാൾ നന്മ മരണം ഒന്നും ആവുന്നില്ല. അതുകൊണ്ടൊന്നും അയാൾ ചെയ്ത എന്താ പറയുക, ഇമോഷണൽ സൈഡിലെ സെൻസിറ്റീവ് വല്ലാത്ത അതന്നെ ഹേർട്ട്ലെസ് ആയിട്ടുള്ള കാര്യം ചെയ്തതൊന്നും ഇതിൽ പോകുന്നില്ല. അത് ആ സമയത്ത് ചെയ്തതാണ്. അത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ വിചാരിച്ചു അതിനെന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ തരുന്നു. അതൊന്നുമില്ല, എനിക്ക് അന്ന് അങ്ങനെ ചെയ്യാൻ തോന്നി, ഇന്ന് ഞാൻ നന്നായി, അപ്പം എല്ലാം മറക്കണം. സി വി ഹാവ് ടു ഫോർഗിവ്. ഓക്കെ, ഫോർഗിവ് എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ചെയ്തതൊക്കെ ബാക്കി പിന്നീട് അതെന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ അയാളുടെ പവർഫുള്ളായ സമയത്ത് അല്ലെങ്കിൽ അയാൾക്കെല്ലാം നല്ല നമ്മളെ നല്ല ഹാപ്പി ആയിട്ടുള്ള നമ്മുടെ ലൈഫെല്ലാം സക്സസ്ഫുൾ എന്ന രീതിയിൽ ടേമിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും മോശമായിട്ട് ചെയ്യുകയും അതിനുശേഷം നമ്മൾ ഫെയിൽ അല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്ത് വൈസ് ആയാലും നമ്മുടെ ലൈഫിൽ കുറച്ച് ഡൗൺഫോൾ ഉണ്ടായ സമയത്ത് നമ്മൾ എല്ലാവരോടും നന്മയോട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ നന്മയുള്ള മനുഷ്യനാവില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പേഴ്സണൽ ഒപ്പീനിയൻ തന്നെ, അതെ. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സുഖമില്ലാണ്ടായി, ഇയാൾ ഹെൽത്ത് വൈസ് എല്ലാം ഭയങ്കര മോശമായി, പ്രായമായി. അതുകൊണ്ട് ഇയാൾ അന്ന് നല്ല ഇതിലിരിക്കുമ്പോൾ ചെയ്തതൊക്കെ നമ്മൾ ഓക്കെ ഇയാളിപ്പം ഭയങ്കര നന്മ മറിയുടെ ശരിക്കും നല്ല മനുഷ്യനാണെന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ള അനാവശ്യ നന്മകൾ അഖിൽസത്തിൻ്റെ എല്ലാ മൂവിയിലും ഓരോ കഥകളുണ്ടാകും. പക്ഷേ ഈ സിനിമയിൽ എനിക്കെന്തോ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയണമല്ലോ. അപ്പം എനിക്കത് അച്ഛൻ്റെ ആ ക്യാരക്ടറിനെ നന്മീകരിക്കുന്നതിലൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് അങ്ങനെ കാണിച്ചാൽ മതി. പിന്നെ ശരിക്കും ഇത് പറഞ്ഞാൽ ഒരു ഗോസ്റ്റ് ആൻഡ് ഒരു ആളുമായിട്ടുള്ള നല്ല നല്ല ഫീൽ ഗുഡ്, നല്ലൊരു നമുക്ക് ലൈറ്റ് മൂവിയായിട്ട് പോകുന്ന സമയത്ത് ഇമ്മാതിരി അനാവശ്യം ഇമോഷനും ആ സാധനങ്ങളുടെ ഒന്നും ഒരു കാര്യമില്ല. ആ ഒരു ട്രാക്ക് തന്നെ പിടിച്ചാൽ തന്നെ രസമായിരുന്നു. ഇങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങളാണെന്നതിൽ നമ്മൾ രസക്കൊല്ലി എന്ന് പറയില്ലേ, എന്നെ സംബന്ധിച്ചോളം എനിക്കത് രസക്കൊല്ലികളായിരുന്നു. പിന്നെ അത് ഓക്കെ, അത് ഒരാളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു വിശ്വാസത്തിൽ നിന്ന് പോയ ആൾ, അയാളുടെ എന്ത് റീസൺ ആയിക്കോട്ടെ, പോയിട്ട് അവസാനം അത് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഗോസ്റ്റ് ഈസ് ഗോസ്റ്റ്. ബിക്കോസ് ഗോസ്റ്റിനെ പോലും ടിപ്പിക്കലി ആ ഒരു ഗോസ്റ്റ് രീതിയിലൊന്നുമല്ല കാണിച്ചത്. അപ്പം പിന്നെ അയാൾ തിരിച്ച് വിശ്വാസത്തിൽ പോകണം, അമ്പലത്തിൽ പോകണം എന്നുള്ള സാധനങ്ങൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സിനിമയിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്കിഷ്ടമായില്ല. പക്ഷെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് കുറേ നിവിൻ അജു അങ്ങനെ അവരുടെയൊക്കെ കോംബോ പിന്നെ ഒരു രസമാണ്. ബിക്കോസ് ടെലൂലു ആണെങ്കിലും നല്ല ക്യൂട്ടാണ്. അപ്പം മൊത്തത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഈ വക സാധനങ്ങൾ നമുക്ക് കാണാതിരിക്കാനും പറ്റില്ല. പിന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മൾ പറയില്ലേ, ഒരുമാതിരി കല്ല് കടിക്കുക എന്ന് പറയുന്ന സാധനം, ആ സാധനം ഇതിൽ വരുന്നുണ്ട്. അതാണിതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ. ഇത് ഞാൻ ഡീഗ്രേഡ് ചെയ്യുകയൊന്നുമല്ല, പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് പേഴ്സണലി തോന്നി. അപ്പം അത് പറയാൻ വന്നതാണ്. ഇതെൻ്റെ അഭിപ്രായമാണ്, എനിക്ക് തോന്നുന്നതാണ്, അങ്ങനെ പറഞ്ഞതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് വരണ ആവശ്യത്തിൽ പിന്നെ എന്താ പറയുക, മറ്റേ സുരേഷ് ഗോപിൻ്റെ ആയാലും പിന്നെ ഇതുപോലെ പാച്ചുവിലും എന്തോ ഒരു സീനുണ്ട്. പാച്ചും ഇവർ തന്നെ അല്ലേ? അപ്പം അങ്ങനെ നന്മ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിനിമയൊക്കെ കണ്ടുപോയത് ഇപ്പോൾ നമ്മൾ സൺഡേ ഹോളിഡേയിൽ പറയുന്ന പോലെ നമ്മളൊരു സിനിമ പറയും, വേറൊരു സിനിമ പറയേണ്ട പറയും. പക്ഷേ സൺഡേ ഹോളിഡേ പറയുന്നില്ല. നമ്മൾ എടുത്തറിയുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റീസൺസും അവരവരുടെയൊക്കെ എല്ലാവരും പാവങ്ങളാണെന്നൊക്കെ പറയാം. അവർ പാവമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള സിറ്റുവേഷണൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാവുമായിരിക്കും. മേ ബി ചൈൽഡ്ഹുഡ് ഇൻസെക്യൂരിറ്റിയും ട്രോമയും പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷേ അതൊന്നും വേറൊരാളുടെ മോശമായിട്ട് പെരുമാറുന്നതിനുള്ള ന്യായീകരണമാവുന്നില്ല. അപ്പം അങ്ങനെ കാണിക്കുന്നതിൽ എനിക്ക് ഇത് നിർത്താറായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് വേണ്ട, ന്യായീകരിക്കേണ്ട. കാരണം ആൾക്കാരോട് മര്യാദക്ക് പെരുമാറുക എന്നുള്ളത് അതൊക്കെ അത് മോനോടൊക്കെയാണ് അങ്ങനെ ചെയ്തത്. അതിനൊക്കെ നന്മയിരിക്കുക പറയുന്നത്. ആൻഡ് സ്ട്രോങ് ആയൊരു പെണ്ണ് പറയുന്നത് ഒരുത്തൻ പോയി കഴിഞ്ഞാൽ അപ്പാട് നമ്മൾ ഫ്രണ്ട്ലി ആവുന്നത് പോലെയല്ലല്ലോ. നിങ്ങൾ ഫ്രണ്ട്ലി ആയി നോർമലി സംസാരിക്കുന്നത് വിത്തൗട്ട് എനി അട്രാക്ഷൻ ആൻഡ് ഓൾ ദാറ്റ് ഇമോഷൻ അഫെക്ഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരാളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റും, ഒരാൾ പോയി കഴിഞ്ഞാലും. പക്ഷേ ഇതൊരുമാതിരി ആ പെണ്ണ് പെട്ടെന്ന് അതിന് ആകെ മൊത്തം ഇതാണ് 3 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്തത്. സോ 3 4 എന്തായാലും അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ വേറൊരു കുറ്റം പറച്ചിലായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.